നമുക്കിന്ന് കഴിക്കാനായിട്ട് നൂൽപുട്ടാണ് കേട്ടോ. നൂൽപുട്ട്, നൂലപ്പം, ഇടിയപ്പം എന്നൊക്കെ പറയും കഴിക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് മുട്ടക്കറിയാണ്. പിന്നെ കുട്ടികൾക്ക് ചോറാക്കിയിട്ടുണ്ട്, ക്യാബേജ് തോരനും നാരങ്ങാച്ചാറുമാണ്. അത് കഴിഞ്ഞതാ റീഡിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്, നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, ഞാൻ റീഡിങ് മീറ്റ് റീഡർ ആണെന്നൊക്കെ പറയുമ്പോൾ എന്താണ് എൻ്റെ വർക്ക് എന്നറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താണ് എൻ്റെ വർക്ക് എന്നുള്ളത്. വാട്ടർ അതോറിറ്റിയിലാണ്, ഈസിയാണ്, ഒരു ജോലിയില്ല എന്നൊക്കെ പറയണൊക്കെ ഉണ്ടല്ലോ. ഈസിയാണ്, ജോലിയൊന്നും ഇല്ല, ഓക്കെ ശരി, നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കട്ടോ. നമ്മൾ ഇത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ സ്ഥലത്തും ഓരോ വീടുകളിലും പോയിട്ട് നമ്മൾ റീഡിങ് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, KSEBിൻ്റെ റീഡിങ് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു ചുമരിൻ്റെ മുകളിലായിരിക്കും, നല്ല വൃത്തിയുള്ള സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ്. പക്ഷെ നമ്മൾ പോകുന്നത് ഓരോ വീടിൻ്റെ പറമ്പിലും മുക്കിലും മൂലയിലും അല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തൊക്കെ ആയിരിക്കും കേട്ടോ. ഞാനിത് ആ കൺസ്യൂമറെ ഞാൻ പിന്നെ ഒന്നും നിരാശപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഈ വീഡിയോ ചെയ്തത്. എൻ്റെ എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സിന് കുറേ പേർക്ക് അറിയില്ല എനിക്ക് എന്താണ് വർക്ക്. ഞാൻ മീറ്റർ റീഡർ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് അവിടെ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മൾ റീഡിങ് എടുക്കാൻ പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ബോക്സും അതിനകത്തൊക്കെ ആയിരിക്കും റീഡിങ് ഒക്കെ ഇരിക്കുന്നുണ്ട്, മീറ്ററൊക്കെ ഇരിക്കണേ. അപ്പോൾ അതൊക്കെ പൊക്കി നോക്കി അതിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ റീഡിങ് എടുക്കണേ. ഇനി നമ്മൾ ഇവിടത്തേക്ക് ഒരു 1.5 മാസത്തെ ഗ്യാപ്പിന് ശേഷമായിരിക്കും അടുത്ത റീഡിങ്ങിനായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത്. ഇതിനൊരു തവണ ഞാൻ ഇതുപോലെ ഇതിനകത്ത് പാമ്പിനെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെയാണെങ്കിലും പട്ടിയ സൗണ്ട് ഞാൻ കേൾപ്പിച്ചാൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. എടുക്കുന്ന പണിക്ക് നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ള വർക്കൊന്നും അല്ല മീറ്റർ റീഡർ എന്ന് പറയുമ്പോൾ. അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ റീഡിംഗ് ഒക്കെ എടുക്കണം. ഞാൻ മാത്രമല്ല, എല്ലാവരും എന്നെപ്പോലുള്ള മീറ്റർ റീഡേഴ്സൊക്കെ ഇത് തന്നെയാണ് ചെയ്യണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തി എത്ര പെട്ടെന്ന് ആ സാധനങ്ങളൊക്കെ തരുന്ന എനിക്കറിയില്ല കേട്ടോ. എന്നും പറയുന്ന പോലെ പച്ചക്കറി വാങ്ങേണ്ട അവസ്ഥയാണ് കേസ്. കഴിഞ്ഞ ദിവസം പച്ചക്കറി വാങ്ങി, തക്കാളി വാങ്ങിയിട്ട് അതിനിവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ പകുതി കേടിയിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഇതാ ഇത് ജ്യൂസ് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചോക്കോ ബാറ്, പിന്നെ ഒരു ജ്യൂസ് പിസ്തേൻ്റെ ഫ്ലേവർ മിൽക്ക് കേട്ടോ. പിന്നെ ഇതാ മാങ്കോ ലേസി, പിന്നെ തൈര്. ഇതില്ലാതെ നമുക്ക് ശരിയാവില്ല. ഇതൊക്കെ തന്നെയാണ് വാങ്ങിയത്. ഓക്കെ, ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടെ ഗൈസ്. മക്കളെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ നല്ല ചൂടല്ലേ അപ്പോൾ ഇതൊക്കെ അവർക്ക് വേണ്ടിയിട്ട് വാങ്ങണം. പിന്നെ തൈര് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ ഗൈസ്. ഗൈസ്, ഞാൻ ഇതൊരെണ്ണേ വാങ്ങിയുള്ളൂ കേട്ടോ. ഇത് ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് ആണെങ്കിൽ. ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ. അടിപൊളി, നല്ല ടേസ്റ്റ്. ചോയ് ചോക്ലേറ്റ്.